നമസ്കാരം. ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ സന്ദേശം എന്താണ് എന്ന് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇന്നിവിടെ കേൾക്കുവാൻ സാധിക്കുന്നത് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നതായ അനുഗ്രഹത്തിൻ്റെ ഒരു സൂചന തന്നെയാണ്. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ചില ദുരിതപൂർണമായതും മറക്കാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇനി സംഭവിക്കുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഓം നമ ശിവായ എന്നോ ഓം നമോ നാരായണായ എന്നോ ഓം ക്രീം കാളി എന്നോ കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ ഭഗവാൻ നൽകുന്ന ആ സന്ദേശത്തെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഒരു സ്ത്രീ കാരണം ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അല്ലെങ്കിൽ വിഷമകരമായ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നു. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മാനസികപരമായി നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. അത് ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട വളരെയധികം ആത്മബന്ധമോ സ്നേഹമോ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുമായി വിള്ളൽ ഉണ്ടാകുവാനാണ് ശ്രമങ്ങൾ ഉള്ളത് എന്ന് കാണുന്നു. നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല വ്യക്തികളും നിങ്ങളെ കുറ്റപ്പെടുത്തുവാനും ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ടാകാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരുമ്പോൾ അത് പാടില്ല എന്ന് ചിന്തിക്കുകയും നിങ്ങൾക്ക് മേൽ പലവിധ നിരീക്ഷണങ്ങൾ നടത്തുന്നതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. മോശം ദൃഷ്ടി, അതായത് ഇവരുമായി ബന്ധപ്പെട്ട് ഒരു മോശം ദൃഷ്ടി അല്ലെങ്കിൽ ഒരു ദൃഷ്ടിദോഷം, കണ്ണീർ ദോഷം നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നത് വാസ്തവമാണ്. ഈ വ്യക്തി നിങ്ങൾക്ക് മേൽ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരമൊരു എനർജി തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അവർ നിങ്ങളെ എപ്രകാരം ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കും എന്ന ചിന്തയിലാണ് ഉള്ളത് എന്ന് പോലും തോന്നും. കാരണം നിങ്ങളെ അത്രമേൽ അപമാനിക്കുവാനോ വിഷമിപ്പിക്കുവാനോ അവർ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. പല വിധത്തിലും നിങ്ങൾ തരം താഴ്ത്തുവാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ഉയർച്ച അവർക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങളെ പല വിധത്തിലും ഭരിക്കുന്ന ഒരു വ്യക്തി പോലുമാകാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർ പലപ്പോഴും മുതലെടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ പോലുമുണ്ട്. നിങ്ങളുടെ ചെറിയ തെറ്റുകൾ പോലും വലുതാക്കുന്ന സാഹചര്യമുണ്ട്. അതിൽ അവർക്ക് കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു വിഷമകരമായ സാഹചര്യമോ ഇല്ല എന്നതും എടുത്ത് കാണേണ്ട കാര്യമാണ്. അവർക്ക് നിങ്ങൾക്ക് മേൽ ദുരിതങ്ങൾ വരുമ്പോൾ സന്തോഷമാണ് എന്നതും വാസ്തവമാണ്. ഇവർ ചെയ്യുന്നതായ പ്രവൃത്തികൾ മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ വന്നു ചേരുന്നു. എന്നാൽ ഇത്തരം പ്രവൃത്തികൾ അവർക്ക് നാളെ വളരെ ദോഷമായി ഭവിക്കും എന്നൊരു ചിന്ത പോലും അവർക്കില്ല എന്നത് അവരെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമായി തന്നെ മാറാം. കാരണം അവർക്ക് നാളെ ഇതുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ പലതും അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അവർക്ക് പലവിധ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. അത് ചിന്തകളാലാകാം, പ്രവൃത്തികളാലാകാം. എന്നാൽ അത് ഒഴിവാക്കണം എന്നൊരു ചിന്ത ഇവർക്കില്ല. അത് തിരുത്തണം എന്നൊരു ചിന്ത പോലും ഇവർക്കില്ല എന്നത് ഇത് ജീവിതത്തിൽ സംഭവിക്കുന്നതായ കാര്യമാണ്. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും അമിതമായ ശ്രദ്ധ, അതായത് നിങ്ങൾക്ക് മേൽ ശകാരിക്കുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയോ
അല്ലെങ്കിൽ അതിന് മറ്റുള്ളവർക്കൊരു അവസരം ഉണ്ടാക്കുന്നതായ സാഹചര്യം, അതിനായാണ് അവർ പലപ്പോഴും ശ്രമിക്കുന്നത്. അതിലവർ പലപ്പോഴും വിജയിക്കുന്നതായ സാഹചര്യങ്ങൾ പോലുമുണ്ട്. പല കാര്യങ്ങളിലും, നിങ്ങളുടെ ചെറിയ കാര്യങ്ങളിൽ പോലും ഒരു തെറ്റ് കണ്ടുപിടിക്കുവാൻ അവർ അത്രമേൽ ആഗ്രഹിക്കുകയും അതിനായി ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഇത്രമേൽ വിഷമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കലും ഭഗവാൻ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി നിങ്ങളെ കൈവിടില്ല എന്നൊരു സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് തീർച്ചയായും ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതിക്കുള്ള അർഹതയുണ്ട് എന്ന് കാണുന്നു. അത് തീർച്ചയായും നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച് പോരുന്നതായ വിഷമതകൾ, അല്ലെങ്കിൽ പലപ്പോഴും ഒരിക്കലും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിരിക്കുന്നതായ അപമാനങ്ങൾ, അല്ലെങ്കിൽ ഇവർ മൂലം ഉണ്ടായിരിക്കുന്ന നികത്താൻ സാധിക്കാത്തതായ നഷ്ടങ്ങൾ, ഇതിനെല്ലാം അവർക്ക് തീർച്ചയായും ഒരു തിരിച്ചടി ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ്. അത് ചില വ്യക്തികൾ മൂലം സംഭവിക്കുന്നതായ കാര്യമാകാം. ഇവരുടെ പ്രവൃത്തികൾ മൂലം അവർക്ക് തീർച്ചയായും ഒരിക്കലും വില കൊടുക്കുവാൻ സാധിക്കാത്തതായ അത്രമേൽ ദോഷകരമായ ചില വിഷമതകൾ അവരുടെ ജീവിതത്തിൽ വന്ന് ചേരും എന്നുള്ളതാണ്. തിരിച്ചടികൾ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിഷമതകളും സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും നികത്താൻ സാധിക്കാത്തതായ നഷ്ടങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കാര്യങ്ങൾ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ആ അപമാനങ്ങളെ, വിഷമങ്ങളെ എല്ലാം നിങ്ങൾ മറക്കുക. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നീതി നടപ്പിലാക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയാണ്. അതിലൂടെ അർത്ഥമാക്കുന്നത് നിങ്ങളെ ഒരിക്കലും കൈവിടില്ല, ഒരിക്കലും വിഷമകരമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതായി വരില്ല എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. നിങ്ങൾക്ക് മേൽ അനുകൂല ഫലങ്ങൾ നൽകുവാനും നിങ്ങൾക്ക് നീതി നൽകുവാനും തയ്യാറായി നിൽക്കുന്ന പ്രപഞ്ച ശക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തിയെയാണ് കാണുവാനായി സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അത്തരമൊരു സാഹചര്യം ഒരുങ്ങുന്നു എന്ന സൂചന ലഭിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അനുഭവിക്കേണ്ടതായി വന്നിട്ടുള്ളത് അതിനേക്കാൾ ഇരട്ടി സന്തോഷകരമായ നിമിഷങ്ങൾ ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുകൂലമായ കാര്യങ്ങൾ പ്രവർത്തിക്കാനും നേട്ടങ്ങളിലേക്കുള്ള വഴിക്കായി നിങ്ങൾ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായ സമൃദ്ധി അത് ലഭിക്കാതിരിക്കില്ല എന്ന സൂചന തന്നെയാണ് നിങ്ങൾക്കിവിടെ ലഭിക്കുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നിങ്ങളുടെ ഉയർച്ചയിൽ പോലും വിഷമതകൾ അനുഭവിക്കുന്ന അവർക്ക് അവരുടെ തെറ്റുകൾ പോലും നിങ്ങൾക്ക് മുൻപിൽ ഏറ്റുപറഞ്ഞ് അവർ നിങ്ങളോട് ക്ഷമ യാചിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം എന്നുള്ളതാണ്. പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തളർച്ച അനുഭവപ്പെടാൻ പാടുള്ളതല്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ആത്മധൈര്യം അത് ചോർന്നു പോകാൻ പാടുള്ളതല്ല. എത്ര ദുഷ്കരമായ സമയമാണ് എങ്കിലും അതിന് ഒരിക്കലും കാലാകാലം നിലനിൽക്കുവാൻ സാധിക്കുന്നതല്ല. അത് നിങ്ങളെ വിട്ട് അകന്ന് പോകുന്നതാണ്. അത്തരമൊരു പ്രതീക്ഷ നിങ്ങൾ മനസ്സിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് എന്നും അതിനുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നത് എന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയാണോ ആ ശക്തിയുടെ അനുഗ്രഹം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകുന്നു എന്നും
എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യമാണ് എങ്കിലും, അല്ലെങ്കിൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിലും, അല്ലെങ്കിൽ ധനത്തെ പോലും, ധനപരമായ മാർഗങ്ങൾക്ക് പോലും വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട് എങ്കിലും, അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് ആഘോഷങ്ങൾക്ക് അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾക്ക്, നിങ്ങൾ ആഗ്രഹിച്ച് പോന്നിരിക്കുന്നതായ കാര്യങ്ങൾക്ക് പോലും അനുകൂലമായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്ന സൂചനയാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത്. പല കാര്യങ്ങളും പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് എന്നും, നിങ്ങൾ അനുഭവിച്ചു പോരുന്ന എത്ര വലിയ വിഷമകരമായ കാര്യങ്ങൾ, നഷ്ടങ്ങളാണ് എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന വ്യക്തികളെ വ്യക്തമായി മനസ്സിലാക്കുവാനും, അവരുടെ ചതിക്കുഴിയിൽ വീണ് പോകാതിരിക്കുവാനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യാം എന്ന് കാണുന്നു. നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകും എന്നത് നിശ്ചയം തന്നെയാണ്. ആ ധൈര്യം, ആത്മവിശ്വാസം നിങ്ങളിൽ വന്നു ചേരുകയും അത് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നതാണ് വാസ്തവം. എന്നാൽ ഈ വന്നു ചേരുന്ന കാര്യങ്ങളെ സ്വീകരിക്കുവാനും അത് നിലനിർത്തുവാനും സാധിക്കും വിധം മനസ്സിനെ പാകപ്പെടുത്തുവാൻ സാധിക്കും. വളരെയധികം സന്തോഷം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. മനസ്സിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ ആഗ്രഹ സഫലീകരണം നിങ്ങളിലേക്ക് വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നും, പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പങ്ങളുണ്ട് എങ്കിൽ, സമാധാനം പോലും നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട് എങ്കിൽ, തീർച്ചയായും അത്തരം ആശങ്കകൾക്ക്, അത്തരം ആകുലതകൾക്ക് ഒരു പരിഹാരം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനോ കൃത്യമായി നിലപാടുകൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്ന് കാണുന്നു. നിങ്ങളുടെ നിലപാടുകൾ കൃത്യമായിരിക്കുവാനും ഈശ്വരാധീനം, അല്ലെങ്കിൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ഈശ്വര ചിന്തകൾ അത് കൃത്യമായി തന്നെ നിങ്ങളിൽ നിലനിർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഏതെല്ലാം വിഷമകരമായ സാഹചര്യങ്ങളിലൂടെയാണ്, ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അത്തരം വ്യക്തികളുടെ എനർജി കാണുവാനായി സാധിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിലേക്ക് ഒരു അവസാനം ഭഗവാന്റെ അനുഗ്രഹത്താൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങളിലേക്ക് വന്നു ചേരാം. ധനനേട്ടങ്ങൾക്കുള്ള ചില സാഹചര്യങ്ങൾ ഒരുങ്ങുവാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ്. ധാരാളമായി തന്നെ നിങ്ങൾക്ക് മുന്നിൽ അവസരങ്ങൾ വന്ന് ചേരുന്ന സാഹചര്യമുണ്ട്. അത്തരമൊരു കാര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ് എന്നതാണ് വാസ്തവം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഏതൊരു സാഹചര്യമാണ് എങ്കിലും, അത് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ സാഹചര്യമാണ് എങ്കിലും, അതെല്ലാം അനുകൂലമാക്കി തീർത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങളുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് മേൽ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതിനാൽ മുന്നോട്ട് പോകുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്. വളരെ കാലമായി ആഗ്രഹിച്ചിരിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് സംബന്ധമാണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന വീട് എന്ന സ്വപ്നമാണ് എങ്കിലും, ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ നേടുവാനുള്ള ഒരു അവസരത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നും, ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യം പൂർത്തീകരിക്കണം എന്ന ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കാണുന്നു. അത് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട്. മാറ്റങ്ങൾ വരുത്താതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുകൂലമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. നിങ്ങൾക്ക് തീർച്ചയായും നെഗറ്റീവായ ചിന്തകളിൽ നിന്നും മോചനവും
പോസിറ്റീവായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി തയ്യാറാകുന്നു എന്ന സൂചനയും ഇവിടെ കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. തീർച്ചയായും പുരോഗതിയോ ഉയർച്ചയോ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള ആ സാധ്യതകൾ തന്നെയാണ് ഇവിടെ കൂടുതലായും കാണുവാനായി സാധിക്കുന്നത്. നിങ്ങൾക്ക് മേൽ വന്നു ചേർന്നിരിക്കുന്നതായ വിജയങ്ങളെ പലപ്പോഴും പലരുടെയും തടസ്സങ്ങളാൽ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഈ സമയം വിജയങ്ങൾ നേടുവാനും വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ, പോസിറ്റീവായ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ശുഭകരമായ ആ പ്രതീക്ഷകൾ നിലനിർത്തുവാനും നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്കത് സാധിക്കും എന്ന സൂചന തന്നെയാണ് ഇവിടെയുള്ളത്. പോസിറ്റീവായി തന്നെ ഇരിക്കണം. നെഗറ്റീവായ ചിന്തകൾക്ക് മനസ്സിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കരുത്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്നതായ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചത് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് ആ